ഹലോ ആൻഡ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ UGC നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു. 45 ദിവസങ്ങൾ മാത്രമാണ് ഇനി നമ്മുടെ മുൻപിൽ ഉള്ളത്. അപ്പോൾ ഈ 45 ദിവസങ്ങൾ കൊണ്ട് എത്രയും നന്നായിട്ട് പഠിച്ച് എങ്ങനെ നമ്മൾ UGC നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ എക്സാമിന് ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ടുന്ന ഒരു പേപ്പറാണ് പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, നമുക്ക് എത്രമാത്രം മാർക്ക് ജനറൽ പേപ്പറിന് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് വരാം. യെസ്, അപ്പോൾ ജനറൽ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1 നമ്മൾ പഠിക്കുമ്പോൾ UGC നെറ്റിന് ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പേപ്പറാണ് ജനറൽ പേപ്പർ. ഓക്കെ, അപ്പം ഇതൊരു കമ്പൽസറി പേപ്പറാണ്. ഓക്കെ, എല്ലാവരും തന്നെ, അതായത് എക്സാം എഴുതുന്ന എല്ലാവരും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുകയും മിനിമം ക്വാളിഫൈയിങ് മാർക്ക് സ്കോർ ചെയ്യുകയും വേണ്ടുന്ന പേപ്പറാണ് പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ എത്ര വിഭാഗങ്ങൾ ഈ ജനറൽ പേപ്പറിലുണ്ട്, അല്ലെങ്കിൽ എത്ര പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇതിന് അകത്തുണ്ട് എന്നുള്ളതാണ് അടുത്തത്. എത്ര എണ്ണമാണ്? 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ സെഷൻസ് ആണ് ജനറൽ പേപ്പറിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് നമുക്ക് ഓരോ സെഷനിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ചില ടോപ്പിക്കിൽ നിന്ന് ചില വർഷങ്ങളിൽ 5ഉം അതിലധികവും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. എന്നാലും മിനിമം നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വരെ ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കും. ഓരോ ചോദ്യത്തിനും എത്ര മാർക്കാണുള്ളത്? 2 മാർക്കാണ് ഉള്ളത്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറൽ പേപ്പറിൽ ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാർക്ക് 100 മാർക്കാണ് നമുക്ക് ജനറൽ പേപ്പർ മുഴുവനും, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മാർക്കാണ്. അപ്പോൾ ഈ 100 മാർക്കിൽ നമുക്ക് ഓരോ കാറ്റഗറിയിലും എത്ര മാർക്ക് മേടിക്കണം എന്നുള്ളതുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ജനറൽ പേപ്പറിൽ ഇതിൻ്റെ ഒരു പാറ്റേണും കൂടെ നമുക്ക് നോക്കിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ UGC നെറ്റ് എക്സാം പാറ്റേൺ, അതിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ 2 പേപ്പറുകൾ പ്രധാനമായിട്ടും ഉണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. നമ്മുടെ എക്സാമിൻ്റെ സ്വഭാവം ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും വീണ്ടും OMRലേക്ക് വന്നുവെങ്കിലും അതിനകത്ത് ചില ടെക്നിക്കൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതിനെ തുടർന്ന് വീണ്ടും UGC നെറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി മാറ്റി. CBT അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആക്കി വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേപ്പർ 1ലെയും പേപ്പർ 2ലെയും എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. കാരണം എന്തവിടെ ഇല്ല? നെഗറ്റീവ് മാർക്ക് നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പേപ്പർ 1ലും പേപ്പർ 2ലും ഉള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, CBT എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ചോദ്യം തെറ്റാണ് എന്ന് നമുക്ക് പിന്നീട് ബോധ്യമാകുകയാണെങ്കിൽ നമുക്ക് അതേ ചോദ്യം തന്നെ റീ അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടത്തില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് നമ്മുടെ എക്സാമിൻ്റെ മീഡിയം. ഇപ്പോൾ ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്ക ഉണ്ടാവും, നമുക്കിത് ഏത് മീഡിയത്തിലാണ്, അല്ലെങ്കിൽ എങ്ങനെ നമ്മളിത് വായിച്ചെടുക്കണമെന്നുള്ളതൊക്കെ. പ്രധാനമായിട്ട് 2 മീഡിയത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ്. നമുക്കറിയാം, നമ്മൾ കൂടുതലും ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്, അല്ലേ? അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും നമുക്ക് 2 മാർക്കാണ് ഉള്ളത്. നെഗറ്റീവ് മാർക്കിങ് നമുക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് UGC നെറ്റ് എക്സാമിൻ്റെ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്.
ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, ഇത്തവണ വീണ്ടും CBT എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ മിനിമം ക്വാളിഫയിങ് മാർക്സിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഇവിടെ ജനറൽ പേപ്പറിൽ ജനറൽ കാറ്റഗറിക്ക് 100-ൽ 40 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. 100-ൽ 40 മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അത് മിനിമം ക്വാളിഫൈ മാർക്കാണ്. അതിൽ കൂടുതൽ നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഓൾ ഇന്ത്യ ലെവലിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സിൻ്റെ 6% ആണ് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലേ. അതിനകത്ത് നമ്മൾ ഒരാളായി മാറണമെങ്കിൽ ജനറൽ പേപ്പറിൽ നമുക്ക് മാക്സിമം മാർക്ക് എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യുക അത്രയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ SC ST OBC അതുപോലെ നോൺ ക്രീമി ലെയർ PWD ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനറൽ പേപ്പറിന് 35% മാർക്കാണ് വേണ്ടത്. 100-ൽ 35 മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഈ ജനറൽ പേപ്പറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജനറൽ പേപ്പറിൽ ക്വാളിഫൈ മാർക്ക് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ എന്ത് ചെയ്യത്തുള്ളൂ, വാല്യൂ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ജനറൽ പേപ്പറിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ജനറൽ പേപ്പറിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 40 മാർക്കും, അതുപോലെ തന്നെ SC ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് 35 മാർക്സും നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ മറ്റ് പേപ്പറുകൾ, അതായത് സെക്കൻഡ് പേപ്പർ സബ്ജക്റ്റ് പേപ്പർ വാല്യൂ ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എല്ലാവരും തന്നെ JRF എന്നുള്ള ലക്ഷ്യം നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട് അല്ലേ. കാരണം JRF നേടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും നമുക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ ഫെലോഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് 3 വർഷത്തേക്ക് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ചേർന്ന് ഡോക്ടറേറ്റിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫെലോഷിപ്പ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും JRF എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ മനസ്സിൽ ഉണ്ട്. ഇവിടെ നമ്മൾ ജനറൽ പേപ്പറിൽ പഠിക്കുമ്പം ജനറൽ പേപ്പറിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ JRF നെറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഏറ്റവും നന്നായിട്ട് ജനറൽ പേപ്പറിന് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ ഞാൻ പറഞ്ഞത്. ഏറ്റവും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് JRF ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പേപ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതെല്ലാവരും പഠിക്കുന്നത് ഇത് അവസാനത്തേക്ക് മാറ്റി വെക്കും. ഏറ്റവും അവസാനം പഠിച്ച് ക്വാളിഫൈ ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു പേപ്പറാണ് ജനറൽ പേപ്പർ. ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത്. ജനറൽ പേപ്പർ നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വാളിഫൈങ് മാർക്സുമായിട്ടും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ജനറൽ പേപ്പറിൽ കവർ ചെയ്യാനായിട്ടുള്ളത്? 10 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. അപ്പം അതിൽ തന്നെ ആദ്യത്തെ 6 എണ്ണം നമുക്ക് തിയറി ടോപ്പിക്കുകളാണ്. ഒരെണ്ണം നമുക്ക് കോംപ്രിഹെൻഷൻ ടോപ്പിക്കാണ്. ബാക്കി 3 എണ്ണം മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളുമാണ്. ഏതൊക്കെയാണ്, ഇതെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ നമുക്ക് നോക്കാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ്, അതിന് 10 മാർക്കാണുള്ളത്. അപ്പോൾ BEd ഒക്കെ കഴിഞ്ഞവരുണ്ട്, BEd പഠിക്കാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണവശാലും BEd പഠിക്കില്ലെങ്കിൽ എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും വിചാരിക്കേണ്ട. ഒരുപാട് കുട്ടികൾ BEd ഇല്ലാതെ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നല്ല രീതിയിൽ എഴുതി പാസ്സായവരുണ്ട്. ഇനി അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ വിഷമിക്കേണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ പ്രത്യേകമായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ആദ്യത്തെ മേഖല. അവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു ടീച്ചർ
ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്, കുട്ടികളുമായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഇനി അടുത്ത റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ PG ലെവലിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് റിസർച്ച്, ടെക്നിക്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. 5 ചോദ്യങ്ങൾ വരും ആ ഭാഗത്തുനിന്ന്. അവിടെയും 10 മാർക്കാണ് നമുക്കുള്ളത്. അടുത്തത് കമ്മ്യൂണിക്കേഷനാണ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെ ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ നമുക്ക് നോക്കാവുന്നത്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അതിനകത്ത് വരും. 5 ക്വസ്റ്റ്യൻസ്, 10 മാർക്ക് അവിടെ നിന്ന് നമ്മൾ ചോദിക്കും. ICT കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഈ നമ്മുടെ കമ്പ്യൂട്ടർ, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ, ആ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് AI ടെക്നോളജി ഉണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ICT കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുണ്ട്. 5 ചോദ്യങ്ങൾ ഉണ്ടാവും, 10 മാർക്കാണ് അവിടെ നമ്മളോട് അവിടെ നമുക്ക് ഉള്ളത്. ഇനി 5ാമത്തത് പീപ്പിൾ ആൻഡ് എൻവയൺമെൻ്റ് ആണ്. നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഔട്ട്കംസ്, പ്രത്യേകിച്ച് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അതുപോലെ തന്നെ പൊല്യൂഷൻ, പ്രത്യേകിച്ച് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ തടയിടാനായിട്ട് നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ 5ാമത്തെ ടോപ്പിക്കിൽ പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ്, 10 മാർക്കാണ് ഉള്ളത്. ഇനി അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഗവേണൻസ് ആണ്. ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ കാലഘട്ടത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് ബ്രീഫായിട്ടൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിനുശേഷം 1947 ശേഷം ഇന്ത്യയിലുണ്ടായ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ വളർച്ച, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, പ്രത്യേകതകൾ, പ്ലസ് നമുക്കിപ്പോൾ കറണ്ടായിട്ട് ഉള്ള എഡ്യൂക്കേഷൻ രംഗത്തെ മാറ്റങ്ങളൊക്കെ ഒന്ന് ഈ ഭാഗത്ത് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. 5 ക്വസ്റ്റ്യൻസ് മിനിമം അവിടെ നമ്മോട് ചോദിക്കും, 10 മാർക്ക് അവിടെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി 7ാമത്തത് അടുത്തൊരു സെഷനാണ്. ഇത് റീഡിങ് കോംപ്രിഹെൻഷൻ മേഖലയാണ്. അതായത് നമുക്കൊരു ടോപ്പിക്ക്, നമ്മളൊരു പാരഗ്രാഫ് തന്നിട്ട് ഇത് വായിച്ച് കൃത്യമായിട്ട് അതിനെ ആൻസർ ചെയ്യാനായിട്ട് പറയും. അവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന് 10 മാർക്കാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിലും ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ പേപ്പറിലും ഉണ്ട്. നന്നായിട്ട് വായിച്ച് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 5 ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇനി 3ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വരുന്നത്. 3ാമത്തെ സെഷൻ ടെക്നിക്കൽ, കുറച്ച് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നോക്കാം, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. ഒരു ഡേറ്റ തന്നിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ചില ഭാഗങ്ങൾ നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഉണ്ട്. UGC നെറ്റ് എക്സാം എഴുതുന്ന 80% കുട്ടികൾക്കും ഒരു പാടാണ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ മേഖലയിൽ നിന്നും സ്കോർ ചെയ്യുന്ന മാർക്ക് നമ്മുടെ പൊസിഷൻ, അതായത് JRF ആണോ നെറ്റ് ആണോ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത് എന്നുള്ളതിനെ വളരെ പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള മാർക്ക്. ഓക്കെ, 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്നുണ്ട്. 5 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് വരും. ഇനി റീസണിങ് ആണ്, ഇൻക്ലൂഡിങ് മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. അവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10 മാർക്കാണ് ഉള്ളത്. ലാസ്റ്റ് ലോജിക്കൽ റീസണിങ് ആണ്. നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് കണ്ടെത്തേണ്ട ചില കാര്യങ്ങളാണ് ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കുക. അവിടെ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, അതുപോലെ തന്നെ റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോജിക്കൽ റീസണിങ്ങിൽ വരും. അത് നമുക്ക് ബൈ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ മാർക്ക് നേടാനായിട്ട് സാധിക്കുന്ന മേഖലയാണ്. 5 ക്വസ്റ്റ്യൻസ് അവിടെ നിന്നും ഉണ്ടാകും, 10 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും 10 പ്രധാനപ്പെട്ട മേഖലകളാണ് നമുക്ക് ജനറൽ പേപ്പറിൽ പഠിക്കാനായിട്ട് ഉള്ളത്. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും.
അതിനനുസരിച്ച് നമ്മുടെ JRF അല്ലെങ്കിൽ നെറ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ മാർക്ക് നമുക്കറിയാം 50 ക്വസ്റ്റ്യൻസിന് 100 മാർക്കാണ് ഇവിടെ നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു UGC നെറ്റ് എക്സാം ഇനി 45 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 45 ദിവസം കൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും നമ്മൾ 45 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഓഗസ്റ്റ് എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജനറൽ പേപ്പറിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ട്. 10 ടോപ്പിക്കുകളും ജനറൽ പേപ്പറിലെ 10 ടോപ്പിക്കുകളും നമ്മൾ ഈ ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സിൽ കവർ ചെയ്യും. അതുപോലെ മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് ഇത്തവണത്തെ എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വിളിച്ച് ചോദിക്കാം. 97 78 82 62 92 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. എത്രയും വേഗത്തിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. നന്നായിട്ട് പഠിക്കാം. ഇത്തവണത്തെ UGC നെറ്റ് എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, യെസ്, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.